സാമ്പത്തിക പ്രയാസത്താൽ ബുദ്ധിമുട്ടുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് രക്ഷാകവചമൊരുക്കാൻ 2.5 ലക്ഷം കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തി പ്രാപിക്കുകയും അതിന്റെ ആഘാതം ആഗോള വ്യാപാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് വലിയ ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ 2.5 ലക്ഷം കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി അവതരിപ്പിക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന മേഖലകളിൽ വായ്പാ ലഭ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ ഈ വലിയ ഇടപെടൽ. പദ്ധതി അന്തിമ രൂപം നേടുന്നതിനായുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ധനകാര്യ സമിതി ഇതിനകം തന്നെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനി മന്ത്രിസഭയുടെ അന്തിമാനുമതി കൂടി ലഭിച്ചാൽ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ഈ പദ്ധതി കോവിഡ് കാലത്ത് നടപ്പിലാക്കിയ അടിയന്തര വായ്പാ ഗ്യാരണ്ടി പദ്ധതിയുടെ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ ബാങ്കുകൾ നൽകുന്ന വായ്പകളിൽ സർക്കാർ വലിയൊരു വിഹിതം ഗ്യാരണ്ടിയായി ഏറ്റെടുക്കും. ഇതിലൂടെ വായ്പ നൽകുന്നതിൽ ബാങ്കുകൾക്കുള്ള റിസ്ക് സാധ്യത കുറയുകയും സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭിക്കാൻ കൂടുതൽ സൗകര്യമൊരുങ്ങുകയും ചെയ്യും. പ്രാഥമികമായി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, വ്യോമയാന മേഖല, ഇറക്കുമതികളിൽ ആശ്രയിക്കുന്ന വ്യവസായങ്ങൾ എന്നിവയ്ക്കാണ് പദ്ധതിയുടെ ഗുണവശങ്ങൾ ലഭിക്കുക. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ചരക്ക് ഗതാഗത തടസ്സം, ഇൻഷുറൻസ് ചെലവ് വർദ്ധിക്കൽ, ഇന്ധനവില ഉയർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ വ്യവസായ മേഖലയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു സഹായ പദ്ധതിക്ക് രൂപം നൽകുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് വായ്പകൾക്ക് 90% വരെ സർക്കാർ ഗ്യാരണ്ടി ലഭ്യമാകും എന്നതാണ്. ഇതിന്റെ അർത്ഥം വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നാൽ ബാങ്കുകൾക്ക് വലിയ നഷ്ടം സംഭവിക്കാതെ സർക്കാർ അത് ഏറ്റെടുക്കും എന്നതാണ്. അതിലൂടെ വായ്പാ വിതരണം കൂടുതൽ സജീവമാവുകയും അങ്ങനെ സാമ്പത്തിക പ്രവാഹം നിലനിർത്താനും വഴിയൊരുങ്ങുന്നു. ഈ പദ്ധതി ഏകദേശം 4 വർഷത്തേക്ക് നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദേശീയ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് കമ്പനി മുഖേനയാവും ഈ പദ്ധതി നടപ്പിലാക്കുക. സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം ഉയരുന്ന ഘട്ടങ്ങളിൽ ഇത്തരം ഗ്യാരണ്ടി പദ്ധതികൾ വായ്പാ ലഭ്യത ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ്. ബാങ്കുകളുടെ റിസ്ക് ഒഴിവാക്കുകയും അതേസമയം തന്നെ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നത് വഴി വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ നിക്ഷേപ പ്രവാഹം നിലനിർത്തുന്നതിലും ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കും. ചെറുകിട സ്ഥാപനങ്ങൾ നേരിടുന്ന ലിക്വിഡിറ്റി പ്രതിസന്ധി കുറയ്ക്കാനും തൊഴിൽ നഷ്ടം നിയന്ത്രിക്കാനും ഈ പദ്ധതി സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കയറ്റുമതി ആശ്രിത വ്യവസായങ്ങൾക്ക് ഈ പദ്ധതി വലിയ പിന്തുണയാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം ഉയരുന്ന നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ഗ്യാരണ്ടി പദ്ധതികൾ വായ്പാ ലഭ്യത ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ്. ഇത് ബാങ്കുകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമായി തുടരാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. ഇതുവഴി വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ തന്നെ ഇത് വെറും ധനസഹായ പദ്ധതി മാത്രമായി കണക്കാക്കാനാവില്ല. ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനുള്ള മുൻകരുതൽ നീക്കമായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ ഇത് വെറും ധനസഹായ പദ്ധതി മാത്രമല്ല, ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനുള്ള മുൻകരുതൽ നീക്കമാണ്. വ്യാപാരവും വ്യവസായവും തടസ്സപ്പെടാതെ മുന്നോട്ടു പോകാൻ സർക്കാർ സ്വീകരിക്കുന്ന ഈ നീക്കം വരാനിരിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന സന്ദേശവും നൽകുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.